ഹലോ ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. വയറിംഗ് അക്സസറീസ് മൊഡ്യൂൾ ഹൈലൈറ്റ്സ് ബേസ്ഡ് ഓൺ ദ ടോപ്പിക് വയറിംഗ് അക്സസറീസ് ആണ്. കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്താനായിട്ട് പോവുകയാണ് കേട്ടോ. സോ ആദ്യം എന്താണ് വയേഴ്സ് ബേസ്ഡ് ഓൺ ദ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും there should be an introduction, content and conclusion നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഭയങ്കര തിൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ത്രെഡ് അല്ലെങ്കിൽ സ്ലെൻഡർ റോഡ് ഓഫ് മെറ്റൽ മോസ്റ്റ് കോമൺലി മെയ്ഡ് ഓഫ് കോപ്പർ ഓർ അലുമിനിയം അല്ലെ. അലുമിനിയം അല്ലെങ്കിൽ കോപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തിൻ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ത്രെഡ് ആണ് അല്ലെങ്കിൽ റോഡ് ഓഫ് മെറ്റൽ ആണ് എന്തോ ഒരു വയർ എന്ന് പറയുന്നത് അല്ലെ. അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ സിഗ്നൽസിന്, ബട്ട് ഈസ് ഓൾസോ ഫ്രീക്വന്റ്ലി യൂട്ടിലൈസ്ഡ് ഫോർ മെക്കാനിക്കൽ സപ്പോർട്ട് ആൻഡ് ഫെൻസിങ്. ഇനി ഈ വയേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്സ് ഓഫ് വയേഴ്സ് ആണ് ബേസിക്കലി ഉള്ളത്. ഏതാണ്? സിംഗിൾ സ്ട്രാൻഡ് വയറും അതുപോലെ തന്നെ മൾട്ടി സ്ട്രാൻഡ് വയർ. ഈ സിംഗിൾ സ്ട്രാൻഡ് സോളിഡ് വയർ ആൻഡ് സ്റ്റാൻഡേർഡ് വയർ ആണ് ഈ മൾട്ടി സ്ട്രാൻഡ് വയർ എന്ന് പറയുന്നത്. രണ്ടിന്റെ നമുക്ക് കമ്പാരിസൺ നമുക്ക് നോക്കാം. ഇതില് സിംഗിൾ സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ അത് റിജിഡ് ആയിരിക്കും. അതിന്റെ ഫ്ലെക്സിബിലിറ്റി വെച്ച് നോക്കുമ്പോൾ സിംഗിൾ സ്ട്രാൻഡ് റിജിഡ് ആയിരിക്കും, ഡിഫിക്കൽട്ട് ടു ബെൻഡ് ആൻഡ് റൂട്ട് ത്രൂ ദി കോംപ്ലക്സ് പാത്ത്. സോ റിജിഡ് ആയിട്ടുള്ള ഒരു വയർ മെറ്റീരിയൽ ആണ് സിംഗിൾ സ്ട്രാൻഡ് എന്ന് പറയുന്നത്. മൾട്ടി സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കും, നമുക്ക് വളയ്ക്കാനും തിരിക്കാനും എല്ലാം പറ്റുന്നതാണ് മൾട്ടി സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അടുത്തത് തന്നെ ഡ്യൂറബിലിറ്റി ആണ്. Prone to breaking or cracking if bent repeatedly, withstand constant movement, bending and vibration without snapping. ഓക്കെ. അടുത്തത് കൊറോഷൻ ഓക്സിഡേഷൻ, ഹൈലി റെസിസ്റ്റന്റ് ആണ് ഏത്? സിംഗിൾ സ്ട്രാൻഡ്. ഓൺലി ദ ഔട്ടർ സർഫസ് ഈസ് എക്സ്പോസ് ടു എയർ, ഔട്ടർ സർഫസ് മാത്രമാണ് എയറിലേക്ക് എക്സ്പോസ് ചെയ്യാനുള്ളൂ. എന്നാൽ ഇതിന്റെ കേസിൽ മോർ സസെപ്റ്റബിൾ ആണ്. ടെർമിനേഷൻ, ഈസി ടു റാപ്പ് അറൌണ്ട് സ്ക്രൂ ടെർമിനൽസ് ആൻഡ് മേക്ക് ഫേം കണക്ഷൻസ്. കണക്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, പക്ഷെ റിക്വയർഡ് ക്രിമ്പിംഗ് ferrules or soldering to prevent stray strand from causing shorts. കോസ്റ്റ് എക്സ്പെൻസീവ് കുറവാണ് ഏതില്? സിംഗിൾ സ്ട്രാൻഡിൽ. പക്ഷെ മൾട്ടി സ്ട്രാൻഡിൽ മോർ എക്സ്പെൻസീവ് ടു കോംപ്ലക്സ് ട്വിസ്റ്റിംഗ് പ്രോസസ്. ഇത് എവിടെയൊക്കെയാ കോമൺ യൂസസ്? പെർമനന്റ് ഹൗസ് വയറിംഗ്, ഔട്ട്ഡോർ ലൈൻസിലൊക്കെ നമ്മൾ സിംഗിൾ സ്ട്രാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. പവർ കോർഡ്സ്, ഓട്ടോമാറ്റിക് വയറിംഗ്, റോബോട്ടിക്സിലൊക്കെ നമ്മൾ മൾട്ടി സ്ട്രാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോബോട്ടിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള വയർ ടൈപ്പ് ആണ് മൾട്ടി സ്ട്രാൻഡ് എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സേഫ്റ്റി ഡിവൈസ് ആണ്. ഫ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു സേഫ്റ്റി ഡിവൈസ് ആണ്. അത് എന്താണുള്ളത്? ഡെലിക്കേറ്റ് മെറ്റാലിക് എലമെന്റ് ദാറ്റ് മെൽറ്റ് ആൻഡ് ബ്രേക്ക് ദ സർക്യൂട്ട് വെൻ എക്സ്പോസ് ടു ഡേഞ്ചറസ് ഓവർ കറന്റ്. അതായത് ഓവർ കറന്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെൽറ്റ് ചെയ്യും അല്ലെങ്കിൽ ബ്രേക്ക് ദ സർക്യൂട്ട്. ബോത്ത് കാട്രിഡ്ജ് ആൻഡ് HRC fuses are enclosed in a durable container, but HRC fuses are specialized heavy duty cartridge versions built to safely interrupt massive fault currents. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് കാട്രിഡ്ജ് ഫ്യൂസസും അതുപോലെ തന്നെ HRC അഥവാ HRC പറയുമ്പോൾ എന്താണ്? ഹൈ റപ്ചറിങ് കപ്പാസിറ്റി. ആ ഫ്യൂസസും നമുക്ക് നോക്കാനായിട്ടുണ്ട്. കാട്രിഡ്ജ് ഫ്യൂസസ് എന്ന് പറയുമ്പോൾ the fuse element is totally enclosed in a sealed cylindrical body. കണ്ടോ, ഈ ഒരു ഫ്യൂസ് എലമെന്റ് എന്ന് പറയുന്നത് ടോട്ടലി എൻക്ലോസ്ഡ് ആണ്. സിലിണ്ടറിക്കൽ ബോഡി, ഓഫൻ സെറാമിക് അല്ലെങ്കിൽ ഗ്ലാസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. With metal contacts or cap at both ends to prevent the risk of fire or arcing when it blows. Reliability, safer ആണ്, more predictable than traditional rewirable fuses. Operation, limit the magnitude of the fault current but is typically mean for lower voltage or amperage requirements. Application എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ഡൊമസ്റ്റിക് അപ്ലയൻസിലും ഓട്ടോമാറ്റീവ് ഇലക്ട്രോണിക്സിലും കൊമേഴ്സ്യൽ സർക്യൂട്ട്സിലൊക്കെയാണ് നമ്മൾ ഈ കാട്രിഡ്ജ് ഫ്യൂസസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസ് ആണ്. അതൊരു ഹെവി ഡ്യൂട്ടി കാട്രിഡ്ജ് ഫ്യൂസ് ആണ്. ഈ കാട്രിഡ്ജ് ഫ്യൂസിന് തന്നെ ഹെവി ഡ്യൂട്ടി കാട്രിഡ്ജ് ഫ്യൂസ് ആണ്. ഡിസൈൻ സ്പെസിഫിക്കലി ടു വിത്ത്സ്റ്റാൻഡ് എക്സ്ട്രീം തെർമൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്. And outer body എന്ന് പറയുന്നത് heat resistant ceramic ആണ്. And interior surrounding the silver or copper element is densely packed with a chemical powder, usually pure quartz or silica sand. The HRC difference, they can safely clear very high prospective short circuits currents. അപ്പം ഷോർട്ട് സർക്യൂട്ട്സിന് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് HRC എന്ന് പറയുന്നത്. Arc quenching, when the element melts, the vaporized silver chemically react with the quartz sand, absorbing energy and rapidly collapsing the electrical arc. Application എവിടെയൊക്കെ യൂസ് ചെയ്യുക? ഇൻഡസ്ട്രിയലിലേക്കാണ് യൂസ് ചെയ്യുക. മോട്ടോർ സർക്യൂട്ടിലും മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സിലൊക്കെ ആയിരിക്കും അത് യൂസ് ചെയ്യുക. They feature an inverse time current characteristics ആണ് അവരുടെ ഒരു HRCയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ടൈം കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ. switch.
Electrical switch എന്ന് പറയുമ്പോൾ fundamental control component that completes or interrupts the path of current in a circuit. When switch is closed, electricity flows. When it is open, connection is broken and power stops. Switch എന്ന് അറിയാലോ, സ്വിച്ച് ക്ലോസ് ആകുമ്പോഴായിരിക്കും കറണ്ട് അവിടെ പോവുക. സ്വിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കറണ്ട് ബ്രോക്കൺ അല്ലെങ്കിൽ പവർ അവിടെ സ്റ്റോപ്പ് ആവും. സർക്യൂട്ട് ടെർമിനോളജി എന്ന് പറയുന്നത് നമുക്ക് അറിയേണ്ട കാര്യമാണ് ഈ പോൾസും ത്രോസും. Switches are categorized by how many circuits they control and the number of output path they provide. അതെങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? എത്ര സർക്യൂട്ട്സിനാണ് അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ the number of output path they provide. അതിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ പോൾ അതുപോലത്തെ ത്രോ. പോൾ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് സെപ്പറേറ്റ് സർക്യൂട്ട്സ് ദ സ്വിച്ച് കൺട്രോൾ. അതായത് ഒരു സ്വിച്ചിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് സെപ്പറേറ്റ് സർക്യൂട്ട്സ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ സിംഗിൾ പോൾ, ഡബിൾ പോൾ എന്നൊക്കെ പറയുന്ന പോലെ. ഇനി ത്രോ ആണെങ്കിൽ ഹൗ മെനി ഔട്ട്പുട്ട് പാത്ത്സ് ആർ അവൈലബിൾ, എത്ര ഔട്ട്പുട്ട് പാത്തുകളാണ് അവൈലബിൾ. അപ്പൊ സെപ്പറേറ്റ് സർക്യൂട്ട്, അതായത് നമ്പർ ഓഫ് സെപ്പറേറ്റ് സർക്യൂട്ട് സ്വിച്ച് കൺട്രോൾസ് ഈസ് ദ പോൾ ആൻഡ് ഹൗ മെനി ഔട്ട്പുട്ട് പാത്ത് ആർ അവൈലബിൾ ഈസ് ദ ത്രോ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കോൺഫിഗറേഷൻ പഠിക്കാനുണ്ട്. SPST എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗിൾ പോൾ സിംഗിൾ ത്രോ. കണ്ടോ, ഇതാണ് SPST. സിംഗിൾ പോൾ ആണുള്ളൂ, സിംഗിൾ, അതായത് ഒരൊറ്റ ഔട്ട്പുട്ടിൽ ഇരുന്ന് കിട്ടുന്നുള്ളൂ. സിംഗിൾ പോൾ ആണ്, സിംഗിൾ ത്രോ ആണ്. ഇത് ബേസിക് ഓൺ ഓഫ് സ്വിച്ച് ആണ്. ഇതാണ് SPST എന്ന് പറയുന്നത് അല്ലെ. ഇനി SPDT ആണെങ്കിൽ സിംഗിൾ പോൾ ഡബിൾ ത്രോ, അതായത് രണ്ട് ഔട്ട്പുട്ട്. സിംഗിൾ പോൾ ആണ്, അതിലൂടെയാണ് ഒരു കറണ്ട്, എന്നാൽ ഡബിൾ ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. റൂട്ട്സ് കറന്റ് ടു വൺ ഓഫ് ടു ഡിഫറെന്റ് പാത്ത്. ഇനി അടുത്തത് DPST, ഡബിൾ പോൾ സിംഗിൾ ത്രോ. സിംഗിൾ ത്രോ ആണ്, പക്ഷെ എന്താണ്? ഡബിൾ പോൾ ആണല്ലോ. ഇത് ശരിക്കും ഈ പോൾ എന്ന് പറയുമ്പോൾ ഒരു വഴി എന്നുപോലെ കണക്കാക്കിയാൽ മതി. പോൾ എന്ന് ഔട്ട്പുട്ട്, പക്ഷെ ത്രോ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. ഇവിടെ നോക്കിക്കാൻ രണ്ട് ഔട്ട്പുട്ട് ഉണ്ട് അല്ലെ. ഡബിൾ പോൾ സിംഗിൾ ത്രോ, DPST ഡബിൾ പോൾ സിംഗിൾ ത്രോ. SPDT സിംഗിൾ പോൾ ഡബിൾ ത്രോ ആണ്, സിംഗിൾ പോൾ ഡബിൾ ത്രോ. അപ്പോൾ ഡബിൾ പോൾ നോക്കിക്കേ, DPST ഡബിൾ പോൾ ആണ് വരുന്നത് അല്ലെ. ഇനി DPDT ഡബിൾ പോൾ ഡബിൾ ത്രോ. ഫംഗ്ഷൻ ലൈക്ക് ടു കമ്പൈൻ SPDT സ്വിച്ചസ്. DPDT എന്ന് പറയുമ്പോൾ ഈ രണ്ട് SPDT switches combine ചെയ്യുമ്പോഴാണ് നമുക്ക് DPDT switches കിട്ടുന്നത്. സോ കോമൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് SPST, SPDT, DPST and DPDT. ഓക്കെ, ഇനി അടുത്തത് ICDP ഒരു കോൺഫിഗറേഷൻ ആണ്. എന്താണ് ICDP എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, what it does, disconnect two lines simultaneously. Typically the live and neutral wires phases used exclusively for single phase power supply systemത്തിലായിരിക്കും ICDP യൂസ് ചെയ്യുക. അയൺ ക്ലാഡ് ഡബിൾ പോൾ ആണ്. അതായത് ഡിസ്കണക്ട് ടു ലൈൻസ് സൈമൾട്ടേനിയസ്ലി, ടിപ്പിക്കലി ദ ലൈവ് ആൻഡ് ന്യൂട്രൽ വയേഴ്സ്. എവിടെയാണ് യൂസ് എക്സ്ക്ലൂസീവ്ലി ഫോർ സിംഗിൾ ഫേസ് പവർ സപ്ലൈ സിസ്റ്റം. സ്ട്രക്ചർ കണ്ടെയ്ൻ ടു ഫ്യൂസ് ലിങ്ക്സ് ഓർ വൺ ഫ്യൂസ് ലിങ്ക് ആൻഡ് വൺ ന്യൂട്രൽ ലിങ്ക് ആണുള്ളത്. അപ്പൊ രണ്ട് ഫ്യൂസ് ലിങ്ക് ഉണ്ട്, ഒരു ഫ്യൂസ് ലിങ്ക് അല്ലെങ്കിൽ എന്താ ഒരു ഫ്യൂസ് ലിങ്ക്, ഒന്നില്ലെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം ആയിരിക്കും ഉണ്ടായിരിക്കുക, പിന്നെ ഒരു ന്യൂട്രൽ ലിങ്കും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് നമ്മൾ വീടുകളിലും സ്മോൾ ഷോപ്പുകളിലും സിംഗിൾ ഫേസ് ഇലക്ട്രിക്കൽ ബോർഡിലൊക്കെയാണ് ICDP നമ്മൾ കോമൺലി യൂസ് ചെയ്യാറുള്ളത്. അടുത്ത ICTP ട്രിപ്പിൾ പോൾ. അതിൽ തന്നെ ഉണ്ട്, അതൊരു 3 phase പവർ സപ്ലൈ സിസ്റ്റം ആണ് അല്ലെ. അതിൽ 3 ഫ്യൂസ് ലിങ്കുകളാണുള്ളത്. യൂഷ്വലി പെയർഡ് വിത്ത് ഡയറക്ട്ലി കണക്റ്റഡ് ന്യൂട്രൽ ലിങ്ക് കണക്റ്റഡ് ആണ്. ഇനി ഒരു സ്മോൾ ടു മീഡിയം ഇൻഡസ്ട്രിയൽ സെറ്റപ്സിലേക്കാണ് ICTP കോമൺലി യൂസ് ചെയ്യാറ്. അടുത്തത് TPTP ആണ്, that is triple pole triple throw. അതായത് സ്റ്റാൻഡേർഡ് മെയിൻ സ്വിച്ചസ് that just turn a circuit on or off. TPTP switch is a routing component ആണ്. It control 3 separate circuit, 3 separate circuitsനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, and allows each circuit to be routed between 3 different connection paths. So an application utilized in complex control panels, motor control centers and system requiring the rerouting of multiple circuits to different sources. Okay, ini toggle switch. Toggle switch അറിയാലോ, ഓൺ ഓഫ് ആക്കുന്നു അല്ലെ. ടോഗിൾ സ്വിച്ച് ഇസ് മാനുവലി ഓപ്പറേറ്റഡ് എ മെക്കാനിക്കൽ സ്വിച്ച്. ഒരു മെക്കാനിക്കൽ സ്വിച്ച് ആണ് ടോഗിൾ സ്വിച്ച് എന്ന് പറയുന്നത്. ദാറ്റ് എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്നു. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇറ്റ് വർക്ക്സ് വി ആർ പ്രൊട്രൂഡിംഗ് ലെവർ ഓർ ഹാൻഡിൽ ദാറ്റ് യു ഫ്ലിപ്പ് അപ്പ് ഓർ ഡൗൺ, which snap internal metal contacts to turn a device on or separate them to turn it off. Then a key operating mechanism, latching and spring loader ആണ്. The switch stays in the position you set it to. That is standard light switches or home appliances. Momentary എന്ന് പറയുമ്പോൾ എന്താണ്? Switch only stays the actual state while you hold it down, releasing it, turn it to the default state. That is doorbell ആണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഡോർബെൽ.
അടുത്തത് limit switch. A limit switch is an electromechanical device that detects the physical presence of an object or end of a machine's travel range. ഒരു ലിമിറ്റ് സ്വിച്ച് എന്ന് പറയുന്നത് അതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അതെന്താണ്, ഒരു ഒബ്ജക്റ്റിന്റെ ഫിസിക്കൽ പ്രസൻസ് മനസ്സിലാക്കുന്നു എന്നുള്ളത് അല്ലെ. ഇറ്റ് ആക്ട് എസ് എ സേഫ്റ്റി ബാക്കപ്പ് ആൻഡ് കൺട്രോൾ മെക്കാനിസം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റന്റേനിയസ്ലി കൺവേർട്ടിംഗ് മെക്കാനിക്കൽ മൂവ്മെന്റ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇവിടെ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്, മെക്കാനിക്കൽ മൂവ്മെന്റിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതില് ഇതിന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇത് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, മെക്കാനിക്കൽ ആക്ച്വേഷൻ, ഒബ്ജക്ട് ഫിസിക്കലി പുഷസ് അഗെയിൻ ദ സ്വിച്ച് ആക്ച്വേറ്റർ, ലെവൽ, റോളർ ഓർ പ്ലങ്കർ. അതായത് ബിഫോർ ഓപ്പറേഷൻ ഉണ്ട് ആക്ച്വേറ്റർ ഉണ്ട്, പ്ലങ്കർ ഉണ്ട്, ബിൽറ്റ് ഇൻ സ്വിച്ച് ഉണ്ട് അല്ലെ. ഇനി കോണ്ടാക്ട് ഷിഫ്റ്റിംഗ്, ദിസ് ഫിസിക്കൽ ഫോഴ്സ് ടോഗിൾ ദ ഇന്റേണൽ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഫ്രം വൺ സ്റ്റേറ്റ് ടു ദ അനദർ. സോ അവിടെ ടോഗ്ലിംഗ് ആണ് സംഭവിക്കുന്നത്. അതായത് ക്ലോസിംഗ് ആൻഡ് ഓപ്പൺ സർക്യൂട്ട് ഓർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസ് സർക്യൂട്ട്. എന്താണ്, നേരെ ടോഗ്ലിംഗ് ആണ്. അതായത് ഓപ്പൺ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യുന്നു, ക്ലോസ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യുന്നു. സിഗ്നൽ റിലേ, ദ റിസൾട്ടിംഗ് സിഗ്നൽ ഈസ് സെൻഡ് ടു ദ കൺട്രോളർ സച്ച് ആസ് റിലേ, കോണ്ടാക്ടർ ഓർ PLC to trigger the desired action like halting a motor. Okay. ഇനി സേഫ്റ്റി ഡിവൈസസിലേക്ക് വരികയാണെങ്കിൽ MCB, MCCB, ELCB, RCCB എന്നുള്ളതാണ്. അതിന്റെ നമുക്ക് കമ്പാരിസൺ നമുക്ക് നോക്കാം. MCB എന്ന് പറയുമ്പോൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ്. RCCB എന്ന് പറയുമ്പോൾ എന്താണ്, റെസിഡ്യുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ ആണ്. ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട്. ഇതില് MCB എന്ന് പറയുമ്പോൾ പ്രൈമറി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കോമൺലി യൂസ് ചെയ്യുന്നത്. RCB എന്ന് പറയുമ്പോൾ കറന്റ് ലീക്കേജ് ആൻഡ് ഷോക്കിന് വേണ്ടിയിട്ട്, കറന്റ് ലീക്കേജ് ആൻഡ് ഷോക്ക്. ഓക്കെ, ഫംഗ്ഷൻ ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ട്, ഫംഗ്ഷൻ കറന്റ് ലീക്കേജ് ആൻഡ് ഷോക്ക്, കറന്റ് ലീക്കേജ് ആൻഡ് ഷോക്ക് എന്നുള്ളത് പ്രൊട്ടക്ട് ഹ്യൂമൻസ്, നോ. പ്രൊട്ടക്ട് ഹ്യൂമൻസ്, RCCB ആണ് ഹ്യൂമൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പ്രൊട്ടക്ട് ഹ്യൂമൻ, യെസ്. സെൻസിങ് ടൈപ്പ്, ഓവർ കറന്റ് ആണ് സെൻസ് ചെയ്യുക. ഇതിൽ കറന്റ് ബാലൻസ് ബിറ്റ്വീൻ ലിവ് ആൻഡ് ന്യൂട്രൽ. ആൻഡ് സെൻസിങ് ടൈപ്പ് വോൾട്ടേജ് ഓർ എർത്ത് വയർ. എർത്ത് വയറിൽ എന്തെങ്കിലും വോൾട്ടേജ് ഉണ്ടെങ്കിലാണ് ELCB. അത് പേരിൽ പറയുന്ന പോലെ തന്നെ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ആണ് അല്ലെ. ഇനി മോഡേൺ റെക്കമെൻഡേഷൻ, എസെൻഷ്യൽ മോഡേൺ റെക്കമെൻഡേഷൻ, സേഫ് ആണ്. മോഡേൺ റെക്കമെൻഡ്, നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ്. ELCB എത്രയ്ക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. സോ ദീസ് ആർ ദ കമ്പാരിസൺ ബിറ്റ്വീൻ MCB, RCCB ആൻഡ് ELCB. ആൻഡ് കമ്മിങ് ടു ദ ഇലക്ട്രിക്കൽ ഇലുമിനേഷൻ. ഇലക്ട്രിക്കൽ ഇലുമിനേഷൻ എന്ന് പറയുമ്പോൾ കൺവേർട്ടിംഗ് ഇലക്ട്രിക്കൽ എനർജീനെ എന്തായി കൺവേർട്ട് ചെയ്യാണ്, വിസിബിൾ ലൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് electrical illumination എന്ന് പറയുന്നത്. To provide efficient, comfortable and safe vision. It serves as a foundational discipline in electrical engineering, distinguishing between light and illumination. Okay, അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ലൂമിനസ് ഫ്ലക്സ്. ഈ ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്, ലൂമൻസ് എന്നുള്ളതാണ്. ടോട്ടൽ ലൈറ്റ് ഔട്ട്പുട്ട് എമിറ്റഡ് ബൈ എ സോഴ്സ് ഇൻ ഓൾ ഡയറക്ഷൻ. ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, കാൻഡല എപ്പോഴും ചോദിക്കുന്നതാണ്. ദ എമൗണ്ട് ഓഫ് ലൈറ്റ് പവർ എമിറ്റഡ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. അപ്പൊ എമൗണ്ട് ഓഫ് ലൈറ്റ് പവർ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഡിവൈഡഡ് ബൈ ദ സോളിഡ് ആംഗിൾ ആണ് ലൂമിനസ് ഇന്റൻസിറ്റി. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡലയാണ് അല്ലെ. ഇലുമിനൻസിന്റെ യൂണിറ്റ് അറിയാം നമുക്ക്, ലെഗ്സ് ആണ്. എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് ദ ലൈറ്റ് ഫ്ലക്സ് ഫോളിംഗ് വെർട്ടിക്കലി ഓൺ ടു എ യൂണിറ്റ് സർഫസ് ഏരിയ. ലൂമിനൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ പെർസീവ്ഡ് ബ്രൈറ്റ്നസ് ഓഫ് എ സർഫസ് വിച്ച് റിലീസ് ഹെവിലി ഓൺ ദ സർഫസ് കളർ ആൻഡ് റിഫ്ലക്ഷൻ ഫിനിഷ്. ആൻഡ് ഫണ്ടമെന്റൽ ലോസ് ഓഫ് ഇലുമിനേഷൻ, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഉണ്ട്, അതുപോലെ തന്നെ ലാംബർട്ട്സ് കൊസൈൻ ലോ ഉണ്ട്. എന്താണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ദ ഇലുമിനൻസ് ഓൺ എ സർഫസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഡിസ്റ്റൻസ് ഫ്രം ദ ലൈറ്റ് സോഴ്സ്. ദാറ്റ് ഈസ് E is equal to I by D square. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഡബിൾ ആവുമ്പോൾ the brightness drop to 1/4. അപ്പൊ ബ്രൈറ്റ്നസ് ഡിസ്റ്റൻസ് കൊടുക്കുമ്പോൾ എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1/4 എന്താവുന്നു, കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. Lambert's cosine law. The illuminance of on a surface varies directly with the cosine angle between the incident ray and the normal line perpendicular to that line. അല്ലെ, that is Lambert's cosine law. ഇനി എർത്തിങ് ആണ്. എർത്തിങ്ങിൽ എന്തൊക്കെയാണ് നോക്കാനുള്ളത്, എർത്തിങ് ഓർ ഗ്രൗണ്ടിങ് protect people and equipment from electrical shock by transferring leakage current directly into the earth. The two most common conventional methods are pipe earthing ഉണ്ട്, അതുപോലെ തന്നെ plate earthing ഉണ്ട്. പൈപ്പ് എർത്തിങ് എന്ന് പറയുമ്പോൾ സിലിണ്ടറിക്കൽ പൈപ്പ് ആയിരിക്കും. പ്ലേറ്റ് എർത്തിങ് ഫ്ലാറ്റ് മെറ്റൽ പ്ലേറ്റ് ആയിരിക്കും. അതിന്റെ കോസ്റ്റ് മോർ എക്കണോമിക്കൽ കോസ്റ്റ് ആണ് പൈപ്പ് എർത്തിങ്ങിന് വരുള്ളൂ. എന്നാൽ പ്ലേറ്റ് എർത്തിങ്ങില് മോർ എക്സ്പെൻസീവ് ആണ്. ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഈസിയർ ആണ് പൈപ്പ് എർത്തിങ്ങിന്റെ കേസിൽ. പ്ലേറ്റ് എർത്തിങ്ങിൽ റിക്വയർ എ വൈഡർ ഡീപ്പർ പിച്ച് ടു ഡ്രഗ്. കറന്റ് കപ്പാസിറ്റി മോഡറേറ്റ് ആണ് പൈപ്പ് എർത്തിങ്ങില്. പ്ലേറ്റ് എർത്തിങ്ങില് ഹൈ ആണ്. വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആൻഡ് കമ്മിങ് ടു ദ പവർ ഇലക്ട്രോണിക്സ്.
സോ ഇതിൽ വരുന്നത് കമ്പാരിസൺ ആണ്, അതായത് ഹാഫ് വേവ്, സെന്റർ ടാപ്പ്, ബ്രിഡ്ജ് ടാപ്പ്. അതിന്റെ സ്കീമാറ്റിക് ഡയഗ്രമും ടിപ്പിക്കൽ ഔട്ട്പുട്ട് വേവ് ഫോമും നമ്മളോട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്തത് എത്ര ഡയോഡ്സ് ആണ് ഹാഫ് വേവിൽ യൂസ് ചെയ്യുന്നത്? ഒരൊറ്റ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. സെന്റർ ടാപ്പിൽ 2 ഡയോഡ്സും ബ്രിഡ്ജിൽ 4 ഡയോഡ്സും ആണ്. ട്രാൻസ്ഫോർമർ നെസസറി എന്ന് പറയുന്നത് അത്ര നെസസറി അല്ല ഹാഫ് വേവിൽ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫുൾ വേവ് ആൻഡ് ബ്രിഡ്ജിൽ നെസസറി ആണ്. അല്ല സോറി, ബ്രിഡ്ജ് ടാപ്പിൽ നെസസറി അല്ല എന്ന് പറയുന്നുണ്ട്. മാക്സിമം എഫിഷ്യൻസി 40.6% ഫോർ ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവിന് എത്രയാണ്? അതിന്റെ ഇരട്ടിയാണ് അല്ലെ, ഫുൾ വേവിന് അതിന്റെ ഇരട്ടിയാണ് വന്നിരിക്കുന്നത്. 81.2 കറക്റ്റ് ഇരട്ടിയാണ് വന്നിരിക്കുന്നത്. അടുത്ത റിപ്പിൾ ഫാക്ടർ 1.21 ഫോർ ഹാഫ് വേവ് ആൻഡ് 0.48 ഫോർ ഫുൾ വേവ്. ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് ഇൻ ആണെങ്കിൽ അതിന്റെ ട്വൈസ് ആണ് സെന്റർ ടാപ്പിലും ബ്രിഡ്ജിലും വന്നിരിക്കുന്നത്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വി എം ആൻഡ് ട്വൈസ് ഫോർ സെന്റർ ടാപ്പ് ആൻഡ് വി എം, സെയിം ഫോർ ദ bridge rectifier. So this is the comparison of power electronics, half waves, full wave and bridge rectifier. UJT നമ്മളിത് പറഞ്ഞതാണ്. യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് 3 ടെർമിനൽ സോളിഡ് സ്റ്റേറ്റ് സ്വിച്ചിങ് ഡിവൈസ് ആണ്. എന്താണ് ഇതിൽ? ഇൻസ്റ്റെഡ് ഓഫ് ആംപ്ലിഫൈങ് സിഗ്നൽ അതൊരു ഇലക്ട്രിക്കലി കൺട്രോളബിൾ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രിക്കലി കൺട്രോളബിൾ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് യൂണിക് നെഗറ്റീവ് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി മേക്ക് ഇറ്റ് ഹൈലി വാല്യുബിൾ ഫോർ ടൈമിംഗ് ഓസിലേറ്റേഴ്സ് ആൻഡ് തൈറിസ്റ്റേഴ്സ്. അപ്പൊ അതിനൊരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ഒരു പ്രോപ്പർട്ടി ഉള്ളത് കാരണം തന്നെ അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടൈമിംഗിലും അതുപോലെ തന്നെ ഓസിലേറ്റേഴ്സിലും തൈറിസ്റ്റേഴ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ടെർമിനൽസ് എന്ന് പറയുന്നത് ബേസ് 1, ബേസ് 2 എമിറ്റർ. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ ലൈറ്റ്ലി ഡോപ്ഡ് എൻ ടൈപ്പ് സിലിക്കൺ ബാർ വിത്ത് ഹെവിലി ഡോപ്ഡ് പി ടൈപ്പ്. ഓക്കെ, അപ്പൊ ലൈറ്റ്ലി ഡോപ്ഡ് ആണ് എന്തുള്ളത്? എൻ ടൈപ്പ് സിലിക്കൺ ബാർ വിത്ത് എ heavily doped p-type emitter junction near B2, and an alternative name because the two base legs are taken from the same junction. It is a double biased diode എന്നാണ് അത് അറിയപ്പെടുന്നത്. ഡബിൾ ബയസ്ഡ് ഡയോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ UJT റിലാക്സേഷൻ ഓസിലേറ്റർ എന്നുള്ള ടോപ്പിക്ക് വരികയാണെങ്കിൽ അതൊരു സിമ്പിൾ RC ഓസിലേറ്റർ സർക്യൂട്ട് ദാറ്റ് യൂസസ് എ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, UJT ആണ് യൂസ് ചെയ്യുന്നത് to generate a non-sinusoidal waveform like a sawtooth wave. It is widely used in timing circuits ലാണ് widely യൂസ് ചെയ്യുന്നത്, blinking lights and for triggering silicon control rectifiers and triac. A basic UJT റിലാക്സേഷൻ ഓസിലേറ്ററിൽ എന്തൊക്കെയാണുള്ളത്? UJT ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടൈമിംഗ് റെസിസ്റ്റർ, ടൈമിംഗ് കപ്പാസിറ്റർ, ബേസ് റെസിസ്റ്റേഴ്സ് ആണ് കോമൺലി റിലാക്സേഷൻ ഓസിലേറ്റേഴ്സിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ മോസ്ഫെറ്റിന്റെയും FETന്റെയും കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ മോസ്ഫെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? insulated gate oxide layer അല്ലെങ്കിൽ metal oxide semiconductor field effect transistor ആണ്. and JFET gate is reverse biased PN junction. Input resistance very high ആണ് MOSFET ൽ. JFET എന്താണ്? high but lower than MOSFET. Control method voltage control, gate draws almost no current. Voltage control but gate leakage exist ചെയ്യുന്നുണ്ട്. switching speed faster ആണ് MOSFET ൽ, slower ആണ് FET ൽ. power handle high current and power suitable mainly for the low power. okay, ഇനി ഡയാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഡയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇസ് എ 2 ടെർമിനൽ ബൈഡയറക്ഷണൽ സെമികണ്ടക്ടർ സ്വിച്ച് ആണ് ദാറ്റ് ബിലോങ്സ് ടു തൈറിസ്റ്റർ ഫാമിലി. നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ് അല്ലെ. ഡയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ആയിട്ട് 2 മെയിൻ ടെർമിനൽസ് ആണുള്ളത്. MT1 ആൻഡ് MT2 എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ടെർമിനൽ, ദാറ്റ് ഇസ് ആനോഡ് 1 ആൻഡ് ആനോഡ് 2 ആണല്ലോ. അപ്പൊ സിമെട്രിക്കൽ PNPN അല്ലെങ്കിൽ NPN or 5 layer semiconductor layer ആണ്. ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നത് +or-25 to +or-50 വോൾട്ട് ആണ്. നെക്സ്റ്റ് ട്രയാക്ക് എങ്ങനെയാണ്? ട്രയാക്ക് എന്താണ്? ട്രയാക്ക് എന്ന് പറയുമ്പോൾ ട്രയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്നുള്ളതാണ്. അതൊരു 3 ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. അതൊരു ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ UJT പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അൺലൈക്ക് സ്റ്റാൻഡേർഡ് തൈറിസ്റ്റേഴ്സ് which only conduct in one direction. അപ്പോൾ ട്രയാക്ക് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷൻ ആണ്. It can control and switch high voltage alternating current. അതായത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? control and switch high voltage alternating current in both half cycles of a sine wave. ഇതിലെ മെയിൻ ആയിട്ടുള്ള ടെർമിനൽസ് എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ടെർമിനൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ instead of anode and cathode, it has 3 terminals, MT1, MT2 and the gate which triggers the devices. Okay, in bidirectional conduction it can conduct current from MT1 to MT2, from MT2 to M. bidirectional അല്ല, അപ്പോൾ രണ്ട് സൈഡും കറന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രത്യേകത 2 HDR ഒരെണ്ണത്തിൽ അല്ലേ. internally track operate like 2 silicon conductor rectifier connected in anti-parallel sharing a single gate. Next SCR, that is silicon control rectifier, അതിനെന്താണ്? തൈറിസ്റ്റർ എന്നും കൂടിയാണ് പറയുന്നത്. അതൊരു 4 layer solid state semiconductor device that function a high power switch ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. It primarily acts as a unidirectional rectifier.
അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അതിന്റെ സ്ട്രക്ചർ ആണ് കൺസിസ്റ്റിംഗ് ഓഫ് 4 alternate layers of semiconductor materials forming 3 junctions ആണ് അതിനുള്ളത്. 3 ടേം ഏതൊക്കെയാണ്? ആനോഡ്, കാഥോഡ്, അതുപോലെ തന്നെ ഒരു ഗേറ്റ്. യൂണിറ്റ് ഡയറക്ഷൻ കറണ്ട് ഓൺലി ഫ്ലോസ് ഫ്രം ആനോഡ് ടു ദി കാഥോഡ്. ഓക്കെ. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ഇൻവേർട്ടർ. ഇൻവേർട്ടർ എന്താണ്? ഡയറക്റ്റ് കറണ്ടിനെ എന്താക്കി വരുന്നത്? ജസ്റ്റ് പവർ സ്റ്റോർഡ് ഇൻ ദ ബാറ്ററി സോളാർ പവറിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് കറണ്ടാക്കി കൺവേർട്ട് ചെയ്യാണ് ഇലക്ട്രിക്കൽ ഇൻവേർട്ടർ ചെയ്യുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇൻവേർട്ടേഴ്സ് എന്താണ്? ഒരിക്കലും പവർ ക്രിയേറ്റ് ചെയ്യല്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് അല്ലെ. They do this by rapidly switching the flow of DC electricity back and forth, stepping up voltage. Because battery voltage is much lower than the household voltage, the inverter uses a transformer to boost the voltage അല്ലെ. ഇനി ഇതിനുണ്ടാകുന്ന ഇൻവേർട്ടേഴ്സ് ഉണ്ടാകുന്ന ടൈപ്സ് ഓഫ് വേവ് ഫോംസിൽ ആദ്യത്തെ പ്യുവർ സൈൻ വേവും അതുപോലെ തന്നെ മോഡിഫൈഡ് സൈൻ വേവും ആണ്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് പറയുന്നത് ഹോം ബാക്കപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്, സോളാർ എനർജി PV ഇൻവേർട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് അതുപോലെ തന്നെ ബോട്ട്സിലെല്ലാം ഈ ഒരു ഇൻവേർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി UPS അറിയാലോ, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ആണ്. UPS എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രിക്കൽ ഡിവൈസ് that provide instant and temporary backup power when your primary power source fails. നമുക്കറിയാം UPS നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ആക്ട് as a bridge, giving you enough time to save files and safely shut down the equipment. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ സേവ് ചെയ്യാനും സേഫ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു UPS അല്ലെ. ബാക്കപ്പ് ജനറേറ്റേഴ്സ് ടു സ്റ്റാർട്ട് വിതൗട്ട് ഇന്ററപ്റ്റിംഗ് ദ ഓപ്പറേഷൻസ്. അതിന്റെ ബാക്കപ്പ് പവർ യൂസ് ചെയ്യുന്നു, അതുപോലെ പവർ കണ്ടീഷനിങ് യൂസ് ചെയ്യുന്നു, കൺട്രോൾ ഷട്ട് ഡൗൺ. ഇതിലെ കോർ കമ്പോണൻസ് എന്ന് പറയുന്നത് റെക്ടിഫയർ. കണ്ടോ, റെക്ടിഫയർ ഉണ്ട്, ബാറ്ററി ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ട്, ആൻഡ് ദാറ്റ് സ്റ്റാറ്റിക് സ്വിച്ചസ് ആണുള്ളത്. റെക്ടിഫയർ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം AC-നെ DC-ക്ക് കൺവേർട്ട് ചെയ്യാണ് റെക്ടിഫയർ ചെയ്യുന്നത്. ആൻഡ് ബാറ്ററി സ്റ്റോർസ് ദ DC പവർ ഫോർ എനർജി യൂസ്. ഇൻവെർട്ടർ എന്താ ചെയ്യുക? കൺവേർട്സ് ദ ബാറ്ററീസ് DC പവർ ബാക്ക് ഇൻ ടു ദ AC പവർ അല്ലെ. AC പവറിലേക്ക് convert ചെയ്യുന്നു. And static switch senses grid power loss and instantly switches your device over to the battery power. So these are the core components of the UPS. അപ്പൊ നമ്മള് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ, അതായത് വയറിംഗ് തുടങ്ങി ഫ്യൂസസ് എന്താണ്, സ്വിച്ചസ് എന്താണ്, ടോഗിൾ സ്വിച്ച് എന്താണ്, റെക്ടിഫയർ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെക്ടിഫയർ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. UPS എന്താണ്, UPSന്റെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണ്, മെയിൻ കമ്പോണൻസിൽ വരുന്ന ഓരോരോ ബ്ലോക്കുകൾ എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.